മാസ്ക് നിർബന്ധം, മാസ്ക് ഇടാനൊക്കെ പറയുന്നു. വ്ളോഗ് ചെയ്യുമ്പോൾ മാസ്ക് ഇടണോ? നിങ്ങൾ പറയും. ആ നിങ്ങൾ ഉണ്ടായിരിക്കും. അടുത്ത് വിലക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ വില നോക്കിയാൽ മതി, വിലക്ക് ഉണ്ടാവും. മംഗലാപുരം അല്ല പിന്നെ മംഗലാപുരം ഓലെ മൂന്നാർ അടിക്കാൻ പോവാട്ടോ. 4x4 വണ്ടി വലിച്ചുകൊണ്ട് പോവും, ശേഷം ആണ് വിടും. അവിടെ ഒരു പാറ കാണുന്നുണ്ടോ? ഇവിടെ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട്. ആ ഒരു ശബ്ദം കാര്യങ്ങളൊക്കെ നമുക്ക് എവിടുന്നാൽ എൻ്റെ പൊന്നടിയാ. അപ്പം ഇനി ടിക്കറ്റ് എടുത്തിട്ട് കയറാം. അടിപൊളി. ഒരുപാട് ആൾക്കാർ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് എക്സ്പ്ലോറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മനോഹരമായിട്ട് ഈ ഒരു ഭാഗം തന്നെ ഒരു അട്രാക്ഷൻ എന്ന് പറയാനൊന്നുമില്ല. കാടൊക്കെ മൂടി ഒരു വൈക്ലബ്ബി ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ നമസ്കാരം, എക്സ്പ്ലോറിയൻ മല്ലുവിൻ്റെ കേരള യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ വയനാടാണ്. വയനാട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കിടുക്കാഴ്ച സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ വീട്ടിലൊക്കെ ഞാൻ വയനാട്ടിൽ തൊട്ടിട്ടുണ്ട്. അപ്പോൾ മാക്സിമം അതൊക്കെ ഒന്ന് കണ്ട് വന്ന് ആ ഒരു വൈബിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സെറ്റ് ആവട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ ബുള്ളറ്റ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാരാപ്പുഴ ഡാം കാണാനാട്ടോ. ഒരുപക്ഷെ നമ്മൾ വയനാടത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരാപ്പുഴ നേരെ കാണുന്ന ആ ഒരു പാറമുകളിൽ നിന്നൊക്കെ ഞാൻ ആ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാരാപ്പുഴ ഡാമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ടിക്കറ്റിൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ടിക്കറ്റിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഇതാകണ്ടോ കാരാപ്പുഴ ഡാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ എന്തൊക്കെയാണ് ഞാൻ വായിച്ചു തരട്ടോ. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയും. വീഡിയോ ക്യാമറ 200. 1 മിനിറ്റ്സ്. ഇതാ പേര് പറയണേ? റിയാസ്, മംഗലാപുരം. അടുത്ത് വിലക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ വില നോക്കിയാൽ മതി, വിലക്ക് ഉണ്ടാവും. മംഗലാപുരം അല്ല പിന്നെ മംഗലാപുരം ഓലെ മൂന്നാർ അടിക്കാൻ പോവാട്ടോ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെന്ന് വെച്ചാൽ മുതിർന്നവർക്ക് 30, കുട്ടികൾക്ക് 10. പിന്നെ ക്യാമറയ്ക്ക് സ്റ്റിൽ ക്യാമറയ്ക്ക് 50 രൂപ വരുന്നുണ്ട്. വീഡിയോ ക്യാമറയ്ക്ക് 200 വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ടിക്കറ്റ് എടുത്തിട്ട് കയറാം. അപ്പോൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് നമുക്ക് മൊത്തം 110 റുപ്യ ആയിക്കണം കേട്ടോ. രണ്ടാൾക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു. അതുപോലെ എന്താ പറയുക, ക്യാമറയ്ക്ക് ഒരു 50 രൂപയും വാങ്ങിയിട്ടുണ്ട്. എന്താ പേര് മാസ്ക് നിർബന്ധം, മാസ്ക് ഇടാനൊക്കെ പറയുന്നു. വ്ളോഗ് ചെയ്യുമ്പോൾ മാസ്ക് ഇടണോ? നിങ്ങൾ പറയും. ആ നിങ്ങൾ ഉണ്ടായിരിക്കും, നിൽക്കി, ഞങ്ങൾ വ്ളോഗ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ അങ്ങനെ ടിക്കറ്റിൻ്റെ എല്ലാ പ്രൊസീജിയറും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ടിക്കറ്റിന് 100 റുപ്യ കൊടുത്തിട്ട് ഓട്ടോ കുത്തി തന്നു. കണ്ടോ, ഓട്ടോ കുത്തി. അപ്പോൾ ഇനി ശേഷം എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിച്ചോളി. ആദ്യം നമ്മൾക്ക് കാണാൻ കഴിയുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ഒരു കവാടം കഴിഞ്ഞ് ആദ്യം വരുമ്പോൾ ഒരു അട്രാക്ഷനായിട്ട് ഒരു കവാടമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്നുള്ളൊരു ഹൈലൈറ്റ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് ആദ്യം വരുമ്പോൾ കാണുന്നൊരു സംഭവം ഇതാണ് കേട്ടോ. എന്താണെന്ന് ഞാൻ ആദ്യം നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈവനിങ്ങിലും അതുപോലെ മോർണിങ്ങിലും അത് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും ഒരു വൈബ് അടിച്ചിങ്ങനെ ചില്ലാക്കി സംസാരിച്ച് ഇരിക്കാൻ പറ്റിയൊരു നല്ലൊരു ഗ്രീനറി ആയിട്ട് സെറ്റപ്പാക്കി വെച്ചൊരു സംഭവമാണ് ആദ്യം കാണുന്നത് നമ്മൾ. പിന്നെ ഇവിടെ എന്താ റോപ്പ്, അങ്ങനെ എന്തൊക്കെയോ സംഭവമുണ്ട്. സിപ്പ് ലൈൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് കാണുന്നത്. അതൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഈ ഒരു പാതയിൽ കൂടി ഇങ്ങനെ നടന്നു പോയിട്ട് എന്തൊക്കെയാണ് കാഴ്ചകൾ. ഒരുപാട് ആൾക്കാരുണ്ട്. നേരത്തെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് കണ്ടത് മാംഗ്ലൂരത്തെ ആൾക്കാരായിരുന്നു. കാസർഗോഡ്, മാംഗ്ലൂർ കേട്ടോ. അവർ നമ്മൾ കഴിഞ്ഞ ഡെസ്റ്റിനേഷനിൽ പോയപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ഏതായിരുന്നു നമ്മൾ കഴിഞ്ഞ ഡെസ്റ്റിനേഷനിൽ പോയത്? എടക്കൽ ഗുഹ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമായിരുന്നു. അതാരെങ്കിലും കാണത്തുണ്ട് മാക്സിമം ഒന്ന് കാണട്ടോ. നല്ല അടിപൊളി ഒരു വീഡിയോ ആണ്. വീഡിയോ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ സെറ്റാക്കിക്കോളി. അടിപൊളിയാണ്. നല്ല വയനാട്ടിലെ നമ്പർ 1 ഡെസ്റ്റിനേഷനിൽപ്പെട്ട ഒരു സ്ഥലമാണ് ആ ഒരു ഡെസ്റ്റിനേഷൻ. അടിപൊളിയാണ്. മനോഹരമായിട്ടൊരു ഗ്രീനറി ഈ ഒരു വലതു ഭാഗത്തും ഇടതു ഭാഗത്തുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. മനോഹരമായിട്ടിങ്ങനെ എന്താ പറയുക, പൂക്കളും അത്ര ഒരു അട്രാക്ഷനായിട്ട് തോന്നുന്നില്ലെങ്കിലും എന്നാലും ഒരു മനോഹരം എന്ന് പറയാൻ തോന്നുന്നില്ലെങ്കിലും എന്നാലും കുറച്ചൊക്കെ ഒരു ഹൈലൈറ്റ്. ടിക്കറ്റ് 30 റുപ്യാണ്. അതിനുള്ള മുതലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ആക്ടിവിറ്റീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ എക്സ്ട്രാ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും കേട്ടോ. നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ കുട്ടികൾക്കുള്ള പാർക്ക് കേട്ടോ. 12 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് മാത്രം ഈ ഒരു സംഭവം ഇങ്ങനെ കളിക്കാം കേട്ടോ. കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് അവിടെ കാണിക്കണമെന്നില്ല. എന്തായാലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം നമ്മൾ. അപ്പോൾ കുറേ എന്താ പറയുക, ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് വരുമ്പോൾ കുറേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു കുറേ ആക്ടിവിറ്റീസുകളും കാര്യങ്ങളുണ്ടെന്ന് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. നേരത്തെ നമ്മൾ ആ ഒരു ജമ്പ് ചെയ്യുന്നൊരു സംഭവം ചോദിച്ചിരുന്നു. അതൊക്കെ എന്താ വെച്ചാൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയത് മാത്രം കേട്ടോ. എൻ്റെ മോനെ അതുണ്ട്. ആ സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ എത്തിയിട്ട് ഇതാക്കണോ, സിപ്പ് ലൈൻ.
ഇത് മറ്റേ പിന്നെ റോപ്പ് പോകണ വരെ ഇങ്ങനെ പോകാം. അതിന് ഏകദേശം എനിക്ക് തോന്നുന്നത് 150 എത്രയാണ് തോന്നുന്നുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യാണ്ട്. ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് മിഞ്ഞാന്ന് ഞാൻ ചോദിച്ചിരുന്നു. അത് പിന്നെ അത്ര മനോഹരമായിട്ടുള്ള ഒരു ഇത് കൂടെ ഒന്നുമില്ല, കവുങ്ങും തോട്ടത്തു കൂടെയാണ് കെട്ടിയിരിക്കണേ. പിന്നെ എന്താ വെച്ചാൽ തേയിലത്തോട്ടത്തു കൂടി ആ സിപ്പ് ലൈന് ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മനോഹരമായിട്ട്. എന്താ പറയുക, എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ കുറേ ആക്ടിവിറ്റീസുകളാണ് പൈസ മുടക്കിയിട്ട് ചിലവാക്കിയിട്ട് കുറേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ മനോഹരമായ കുറേ കാഴ്ചകളും കുറേ ആക്ടിവിറ്റീസുകളും ഒക്കെ ഉണ്ട് എന്ന് തീർത്തും പറയാം. ആണല്ലേ ഈ ഒരു സംഭവം. ആ ഒരു വണ്ടി വെച്ചിട്ട് ഇത് ടിക്ടോക്കിലും അതേമാതിരി റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് വലിച്ചു വിട്ട് ആ വണ്ടി മുന്നോട്ട് വന്നിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം കേട്ടോ. ഗോപ്രോയിൽ എത്ര കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അടുത്ത് പോയിട്ട് ഞാൻ കാണിക്കാം. ഒരു മിനിറ്റ്. ഈ ഒരു സംഭവം കേട്ടോ, ഒരു മിനിറ്റ്, 1 മിനിറ്റ്, 1 മിനിറ്റ്. യുവർ നെയിം? मेरा नाम कुणाल. യുവർ പ്ലേസ്? അരുണാചൽ പ്രദേശ്. യെസ്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇതെന്താ വെച്ചാൽ നമ്മളിതുമ്മ ഈ ഒരു വള്ളി ഉണ്ടല്ലേ, അതിമ്മ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് നേരെ എന്താവും ഈ ഒരു സംഭവം കണ്ടില്ലേ, ഒരു 4x4 എന്താ വണ്ടി, 4x4 വണ്ടി വലിച്ചുകൊണ്ട് പോവും. ശേഷം ആണ് വിടും. ആ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഒന്നും പറയാത്തൊരവസ്ഥയിലായിരിക്കും. ആ ഒരു സംഭവമാണ്. പല ആളുകളും കണ്ടിട്ടുണ്ടാവും, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് കേട്ടോ ഈ ഒരു സംഭവം. എത്ര റേറ്റ് വരുന്നു? 280. എക്സ്പെൻസ്. അപ്പോൾ 250 രൂപയാണ് ഈ ഒരു സംഭവം, ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ വരിക കേട്ടോ. ആ ഒരു ജാക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഒരു പക്ഷേ. അറിയാത്തവർക്കാണ് ഞാൻ പറയുന്നത്. പിന്നെ ആ ഒരു സംഭവം കണ്ടില്ല, അതുമേ വെച്ച് കെട്ടിയിട്ട് നമ്മളെ വെച്ച് കെട്ടും. ശേഷം ആ വണ്ടി വന്നിട്ട് വലിച്ചിട്ട് ആ ഒരു സംഭവം വിടും. നമ്മൾ അങ്ങനെ മേലക്കവും അടിയൊക്കെ വരും. അപ്പോൾ കൂക്കി ആർക്കണം, ആ ഒരു എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. അതാണ് ആ ഒരു ആക്ടിവിറ്റി. പിന്നെ പ്രധാനമായിട്ടും ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക കുഴിച്ചിട്ട് സെറ്റപ്പാക്കി ഇങ്ങനെ വരുന്നു. അതാണ് ഇവിടെ ഒരു അട്രാക്ഷനായിട്ട് വേറെ തോന്നുന്നത്. അവസാനം നമ്മൾ ആ ഒരു എന്താ പറയുക ആക്ടിവിറ്റീസുകളും കാര്യമുള്ള എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നേരെ നമ്മളിങ്ങനെ ഈ ഒരു ഭാഗത്തു കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടുക്കാന്നല്ലേ, കാരാപ്പുഴ ഡാം കാണട്ടെ. ഇവിടെ വന്നിട്ട് കുറേ ആക്ടിവിറ്റീസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. യഥാർത്ഥമായിട്ട് എന്താ ഡാം കാണണം, ഡാം കാണാനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതും കൂടി കാണിച്ചിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യും, നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിക്കും. പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾ ചോദിക്കും എന്താ പറയുക, ഒരു 3-4 വീഡിയോ ആയിട്ട് ഈ ഒരു മഞ്ഞക്കുപ്പായം തന്നെയല്ലേ എന്ന്. എന്താ വെച്ചാൽ ഓരോ ദിവസം 3-4 വീഡിയോ ഒക്കെ ഞാൻ ചെയ്യണത്, ഓരോ ഡെസ്റ്റിനേഷനിൽ എത്തിപ്പിടിക്കുക കേട്ടോ. അപ്പം മറക്കണ്ട, സെറ്റായി നിന്നോളി. ആ ഒരു കാഴ്ച കൂടി കണ്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങോട്ട് എത്തുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള എന്താ പറയുക ഒരു സംഭവമൊക്കെ പാകിയിട്ടുള്ള ഒരു അടിപൊളി റോഡ് മാതിരി സംഭവമാണ്. അപ്പോൾ നമ്മളെന്താ പറയുക, കാരാപ്പുഴ ഡാം ഇവിടെ നിന്നാൽ മനോഹരമായിട്ട് ഇങ്ങനെ ഈ ഒരു ദൃശ്യത്തിലൂടെ കാണാം കേട്ടോ. അടിപൊളി. ഒരുപാട് ആൾക്കാർ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് എക്സ്പ്ലോറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മനോഹരമായിട്ട് ഈ ഒരു ഭാഗം തന്നെ ഒരു അട്രാക്ഷൻ എന്ന് പറയാനൊന്നുമില്ല, കാടൊക്കെ മൂടി ഒരു വൈക്ലബി ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ആ ഡാമിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിന്നാൽ കാണാമെന്നുള്ളൊരു ഹൈലൈറ്റ് കേട്ടോ. സെറ്റാണ്. പിന്നെയൊക്കെ ഇപ്പോഴത്തെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയി വന്ന മാതിരി നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗങ്ങളൊക്കെ. എന്തായാലും മനോഹരമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ, ഇരുന്ന് ആ ഒരു ആസ്വദിക്കാൻ പറ്റിയ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഈ ഒരു വലത് ഭാഗത്താണ് ആ ഒരു ഡാം വരുന്നത്. അത്ര ഒരു എന്താ പറയുക, വയനാട് പിന്നെ മണ്ണുകൾ കൊണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു ഡാമും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ അടിപൊളി കേട്ടോ. ഷട്ടറും കാര്യങ്ങളും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഷട്ടർ ഉണ്ട്, ആ ഒരു ഭാഗത്ത് കാണുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടി കണ്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അവിടെ ഒരു പാറ കാണുന്നുണ്ടോ? ഇവിടെ അതൊരു പാറയാണേ ആ കാണുന്നത്. ഗോപ്രോയിൽ കാണാൻ പറ്റില്ല, ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ എന്താ പറയുക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വലിയൊരു പാറിൻ്റെ മുകളിൽ നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഒക്കെ യൂട്യൂബിൽ നമ്മളെ ചാനലിൽ കിടപ്പുണ്ടാവും, അതൊന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ ഈ ഒരു മനോഹരമായിട്ട് ഈ ഒരു ഭാഗത്തുള്ള എന്താ കാരാപ്പുഴ ഡാം ആ ഒരു ചുറ്റി വളഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയിലുള്ള ആ ഒരു ദൃശ്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാം കേട്ടോ. മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്യാൻ വയനാട് നല്ല അടിപൊളിയായിട്ട് കാത്തു നിൽക്കുന്ന, ഒരുങ്ങിക്കെട്ട് നല്ല കച്ച കെട്ടി ഇറങ്ങിയ ഒരു മനോഹരമായ കാഴ്ചയാണ്.
നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മഴ പെയ്ത് കഴിഞ്ഞാൽ സീനാവും. അത്രയും ഭാഗം നമ്മൾ നടന്നു വന്നാട്ടോ. എത്രയോ അറിയോ, ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഈ റൂട്ടിൽ, ഈ ഒരു നടന്നു പോകേണ്ട പാതയിൽ കൂടി തന്നെ ഏകദേശം വരുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം എന്താ പറയുക, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യുക അതുതന്നെ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പിന്നെ പ്രധാനമായിട്ടും പറയേണ്ടത്, ഷട്ടർ പോകാൻ പറ്റൂല എന്നാണ് തോന്നുന്നത്. നടന്നു വന്നതിൽ ഭയങ്കര സങ്കടമുണ്ട്. എന്തോന്നടാ, ഇത്രയും നടന്നു വന്നിട്ട് 1 കിലോമീറ്റർ അവിടെ നിന്ന് നടന്ന് വന്നിട്ടാണ്, 1.5 കിലോമീറ്റർ നടന്നു വന്നിട്ട് ഇവിടെ ക്ലോസ് ആണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ പൊന്നടി. അപ്പോൾ ഇവിടെ നോ എൻട്രി എന്നുള്ളൊരു ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. യഥാർത്ഥത്തിൽ അവിടെ നിന്ന് കണ്ടാലാണ് ആ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണുക. പക്ഷേ ഈ ഒരു ഭാഗത്തൊക്കെ പോകുമ്പോൾ ഇവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നടന്നു പോകാനുള്ള ആ ഒരു രീതിക്ക് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് ഈ ഒരു ഭാഗത്ത് നിന്നാലും ആ ഒരു ഷട്ടർ കാണാം കേട്ടോ. ഒരു ഷട്ടർ കാണിച്ചുതരാം. വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട്. ആ ഒരു ശബ്ദം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ എൻ്റെ പൊന്നടിയാ കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. എല്ലാ ഷട്ടറും 3 ഷട്ടറും തുറന്നിക്കാണ് തോന്നുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ്. എന്തായാലും വയനാട് നല്ല മഴയ്ക്ക് സാധ്യത, നല്ല മഴയ്ക്ക് ഒരുങ്ങി കെട്ടി കച്ച കെട്ടിയൊക്കെ ഇറങ്ങിയ ഒരു മനോഹരമായ ദൃശ്യം കേട്ടോ. മഴക്കാറ് കണ്ടില്ലേ, അടിപൊളി. എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു സംഭവം. വെള്ളച്ചാട്ടം നല്ല ഷട്ടർ തുറന്ന സംഭവം കാണിച്ചു തരാം. കണ്ടില്ലേ, ഓരോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും നല്ല മനോഹരമായിട്ട് നമുക്ക് കാണാവുന്നേ. അടിപൊളി. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ. ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കണ്ടോ, പാലൊഴിക്കുന്നത് പോലെ ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. എൻ്റെ മോനെ അവിടെ തേനീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂട് കൂട്ടിക്കുന്നത്. ഈ ഒരു ഷട്ടർ കേട്ടോ, അടിപൊളി.